ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് അതിശക്തമായ ഒരു 3 പ്രാർത്ഥനകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വലിയ പ്രാർത്ഥനകളൊന്നുമല്ല, ചെറിയ 3 പ്രാർത്ഥനകൾ. പക്ഷേ നിങ്ങളിത് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് എനിക്ക് അത്രമേൽ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന 3 പ്രാർത്ഥനകളാണിത്. ഈ 3 പ്രാർത്ഥനകളും ചൊല്ലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ പ്രാർത്ഥന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥന കേട്ടിട്ടില്ല. കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ എനിക്ക് അനുഗ്രഹം ലഭിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇന്നത് പങ്കുവെക്കുന്നത്. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: എട്ടായി കെട്ടിയ 8 കെട്ടുകൾ 8ആയി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ 8 നോമ്പിൻ്റെ അമ്മേ. ഞാൻ ഒന്നുകൂടെ പറയാവേ: എട്ടായി കെട്ടിയ 8 കെട്ടുകൾ 8ആയി തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ചു കളയണേ 8 നോമ്പിൻ്റെ അമ്മേ. എന്ത് രസമുള്ള പ്രാർത്ഥനയല്ലേ! ഈ പ്രാർത്ഥന ആദ്യം തന്നെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിക്കുന്ന, തടസ്സങ്ങൾ എടുത്തു മാറ്റുന്ന ഒരു ലഘു പ്രാർത്ഥനയാണിത്. ഇനി മറ്റൊരു പ്രാർത്ഥന ഇതാണ്. ഈ പ്രാർത്ഥന ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയാണ് കേട്ടോ. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുരിശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവർ അത് ഏറ്റുചൊല്ലുക. അപ്രകാരം പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളുടെയോ ഭവനത്തിൻ്റെയോ പരിസര പ്രദേശങ്ങളിൽ പോലും സാത്താനു വരാൻ ഭയമാണ്. പിശാചിനെ ഓടിക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 2ാമത്തെ പ്രാർത്ഥന. കേട്ടോളൂ. പറ്റുന്നവരൊക്കെ ഈ പ്രാർത്ഥനകൾ എഴുതിയെടുത്തോളൂ. പ്രാർത്ഥന ഇങ്ങനെയാണ്. 2ാമത്തെ പ്രാർത്ഥന: ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ 3 പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലേണ്ടത്. ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓർക്കുക, കുരിശ് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാനായിട്ട്. ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതും വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ഇനി അടുത്ത പ്രാർത്ഥന, അത് ഒരു അത്ഭുത പ്രാർത്ഥനയാണ്. നിങ്ങളിൽ കുറേ പേർക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ്. ഞാനിത് ഒരിക്കലും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. പുതിയതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പ്രാർത്ഥന ഞാൻ ഒന്നുകൂടി പറയുന്നത്. ഇത് കൈകെട്ടിയ ഈശോയോടുള്ള പ്രാർത്ഥന എന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത്. ഏത് അസാധ്യ കാര്യങ്ങളെയും സാധ്യമാക്കാൻ ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. കൈകെട്ടിയ ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഇത് ചൊല്ലേണ്ടത് നമ്മൾ പറ്റുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് 33 തവണ വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ. അങ്ങനെ 9 ദിവസമോ അല്ലെങ്കിൽ 33 ദിവസമോ നിയോഗം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന എനിക്ക് ഒത്തിരി സഹായകരമായിട്ടുണ്ട്. ഇനി പ്രാർത്ഥന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥന ഇങ്ങനെയാണ്: ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ കേൾക്കണമേ. ആമേ. ഇങ്ങനെ 33 തവണ നിങ്ങൾ ചൊല്ലുക. ഞാൻ ഒന്നുകൂടെ പറയാം: ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികൾ
മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ കേൾക്കണമേ. ആമേൻ. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാറുള്ളത് മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് 33 തവണയാണ് കേട്ടോ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലി എന്ത് ഞാൻ ഈശോയോട് ആവശ്യപ്പെട്ടാലും ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എനിക്കൊരു നല്ല ആത്മീയ സുഹൃത്തുണ്ട് കേട്ടോ. ആ സുഹൃത്ത് CMC കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ്. ജർമ്മനിയിലെ നേഴ്സായിട്ട് വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്ന ഒരു സിസ്റ്റർ. എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ ഞാൻ ഈ സിസ്റ്ററിനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അത്രമേൽ ഉറപ്പുള്ള ഒരാളാണ് ഈ സിസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പോകാറുള്ളത്. അതെന്ത് കാര്യത്തിനും എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഈ സിസ്റ്ററിനോട് പങ്കുവയ്ക്കും. കാരണം എനിക്കറിയാം സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിസ്റ്ററിന് എന്താവശ്യം വരുമ്പോൾ ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കൊരാവശ്യം വരുമ്പം സിസ്റ്ററും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഒരു ചേച്ചി അനിയത്തി ബന്ധമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് പോകുന്നതിന് മുമ്പ് സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അന്ന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണെങ്കിൽ സിസ്റ്റർ ചാപ്പലിലേക്ക് ഓടും. ഡ്യൂട്ടി ആണെങ്കിൽ ആ ഡ്യൂട്ടിക്കിടയിൽ ഫുള്ള് എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്താണെങ്കിൽ സിസ്റ്റർ വേഗം ചാപ്പലിലേക്ക് പോയിട്ട് മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനിപ്പം നിങ്ങളോട് ഈ പറഞ്ഞ ലോകരക്ഷിതാവായ ഈശോയെ എന്ന പ്രാർത്ഥന. ഞാൻ പോയി എൻ്റെ കാര്യം നടത്തി സാധിച്ചത് തിരിച്ചു വരുന്നത് വരെ സിസ്റ്റർ എനിക്ക് വേണ്ടി ഇങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത്രമേൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ ഈ ലോകത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ ഈ സിസ്റ്ററാണ്. എൻ്റെ പല വിജയങ്ങൾക്ക് പിന്നിലും സന്തോഷങ്ങൾക്ക് പിന്നിലും ഈ സിസ്റ്ററിൻ്റെ ശക്തമായൊരു പ്രാർത്ഥനയുടെ പിൻബലമുണ്ട്. ഞാനത് ഇടയ്ക്കൊക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഈ സിസ്റ്ററിനെയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തത്. അങ്ങനെ പല പല അവസരങ്ങളിലും ഈ കൊച്ചു പ്രാർത്ഥനയുടെ ശക്തി ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അത്രമേൽ പവർഫുള്ളാണ് ഈ കൈ കെട്ടിയ ഈശോയോടുള്ള ഈ പ്രാർത്ഥന. എനിക്കറിയാം നിങ്ങളിൽ ഒത്തിരി പേർക്ക് ഇത് അറിയാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ഈ പ്രാർത്ഥന ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ 3 പ്രാർത്ഥനകളും നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയെടുത്തോളൂ. ആവശ്യ നേരങ്ങളിൽ ഒരു പ്രതിസന്ധിയൊക്കെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതാവിനോടുള്ള ആ ഒരു കൊച്ചു പ്രാർത്ഥനയും ഇപ്പം പറഞ്ഞ ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. ആ മാതാവിനോട് പറഞ്ഞ പ്രാർത്ഥന നല്ല രസമല്ലേ ആ പ്രാർത്ഥന. അത് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പഠിച്ചിട്ട് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കുക. തടസ്സങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ മേലെ മക്കളുടെ മേലേക്കുള്ള ബന്ധനങ്ങളൊക്കെ അഴിക്കാൻ അതിശക്തമായൊരു പ്രാർത്ഥനയാണ് മാതാവിനോടുള്ള ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥനകളും കൂടി ഒന്നുകൂടെ ഞാൻ പറയാവേ. 8 കെട്ടിയ 8 കെട്ടുകൾ 8 തിരിച്ച് എരുതിയിലൊഴിച്ച് എരിയിച്ച് കളയണേ 8 നോമ്പിൻ്റെ അമ്മേ. അടുത്ത പ്രാർത്ഥന. ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദാഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത പ്രാർത്ഥന. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ കേൾക്കണമേ. ആമേൻ.